എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസമായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എങ്ങനെ എടുക്കണം എന്നുള്ള ഐഡിയ വിട്ടുപോയി. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് മടി പിടിച്ചു കേട്ടോ, അതായിരുന്നു കാരണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു റൊട്ടീൻ വ്ളോഗാണ് കേട്ടോ. ഇന്ന് രാവിലെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പട്ടിക്കുട്ടീനെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം അവളുടെ കൂടെ ഇരുന്നു. ഇന്നലെ മുതൽ ആശാത്തിക്ക് എന്തോ ഒരു സുഖമില്ലായ്മയുണ്ട് കേട്ടോ. ഇന്നലെ ഒന്ന് കുളിപ്പിച്ചായിരുന്നു, അതിൻ്റെ ആണോന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്നിട്ട് എനിക്ക് രാവിലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ചെടികളുടെ കൂടെ നടക്കാനും നമ്മുടെ പാപ്പൂസിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ. മനസ്സ് ഭയങ്കരമായിട്ട് കാമൻ കൂളായിട്ട് പോകും. അങ്ങനെ കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ നേരെ നമ്മുടെ ഗാർഡനിലോട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പുറത്ത് പോകണം കേട്ടോ. നമ്മുടെ വിഷുവൊക്കെ ആയല്ലോ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞത് ഡ്രസ്സ് എടുക്കണം, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ ഇന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ വേഗം നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പണികൾ. അതുകൊണ്ട് കുറേ സമയം ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് നേരത്തെ എഴുന്നേക്കണ്ടാത്ത കാരണം കൊണ്ട് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കാരണം ഉറക്കം തെളിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അതുകൊണ്ട് പിന്നെ അവിടെ കിടന്നില്ല കേട്ടോ. പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എഴുന്നേക്കാനായിട്ട് മടിയാവും. ഒരു 9 മണിക്ക് പോകണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്കിലാണ് ഒരു 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ റെഡിയായി വരുള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ കുറേ സമയമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ചെടികളുടെ കൂട്ടത്തിലൊന്ന് നടക്കാണ് കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് സമയം കിട്ടാറില്ല ഇവരുടെ അടുത്തേക്ക് വരാനായിട്ട്. കുറേ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ മണിമുല്ല പടർത്തിയോടത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ. ഇതെപ്പോഴും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ വേറെ എവിടേക്കെങ്കിലുമൊക്കെ ചാഞ്ഞു പോവും. പിന്നെ നമ്മുടെ ചക്കക്കുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം മാത്രമാണ് നമുക്ക് തിന്നാനായിട്ട് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൊള്ളില്ല ഉണ്ടാവും കേട്ടോ. കാരണം അതിലൊന്നും ചോള ഉണ്ടാവില്ല, ഒരെണ്ണത്തിൽ മാത്രമായിരിക്കും ചോള ഉണ്ടാവുക. വലിയ ചക്കയാവും കേട്ടോ, പക്ഷെ ഒരു കാര്യമില്ല. പിന്നെ വെള്ളരിക്ക എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടതാണ്, ഉണ്ടായത് കുക്കുംബറാണ് കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല, തൈ തന്നവർ ഞങ്ങളെ പറ്റിച്ചതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോഴിപ്പെണ്ണുങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാട്ടം തുടങ്ങും. അവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി പച്ചമുളകിൻ്റെ അവിടെയൊക്കെ നടന്ന് ഇനി നമുക്ക് വന്നൊരു ചായ ഒക്കെ ഇട്ട് കുടിക്കാം. ഇപ്പം 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ണീനൊക്കെ ഒന്ന് വിളിച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചായ ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവളെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു. ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ അടിച്ചൊരു തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ പതുക്കെ ചെയ്തോളും. നമുക്ക് പിന്നെ ഒരു ചായ പതിവുള്ളതുകൊണ്ട് അതിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കട്ടൻ ചായയാണ് കേട്ടോ വെച്ചത്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമ്മയ്ക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. കാരണം നമ്മൾ വീതുണ്ടായിരുന്നു, വീതിൻ്റെ കുറച്ച് പലഹാരങ്ങളുണ്ട് കേട്ടോ. അതൊന്ന് ആവി കയറ്റിയാൽ മതി. അത് എൻ്റെ തലയിൽ അമ്മ വെച്ച് തന്നിട്ടുള്ളതുകൊണ്ട് അതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പെടും. കാരണം അമ്മ എന്തെങ്കിലുമൊക്കെ പണി തരും കേട്ടോ, അല്ലെങ്കിൽ അശത്തി ഒറ്റയ്ക്ക് എടുത്തോളും. പിന്നെ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ എടുത്ത് പുറത്തൊക്കെ ഒന്ന് നടന്ന് ചായയൊക്കെ കുടിച്ച് പതുക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങൾ 9:45 റെഡിയായി ഇറങ്ങിയപ്പോൾ എനിക്കൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോകാനുണ്ട് കേട്ടോ. ഒരു കൊറിയർ അയക്കാനുണ്ട്. അപ്പം നേരെ ഞങ്ങൾ മുന്നിൽ നിന്ന് ബസ് കിട്ടുമായിരുന്നു, പക്ഷേ പോസ്റ്റ് ഓഫീസിൽ പോകണോണ്ട് തന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അവിടെ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ നാളായിട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്കൊക്കെ വന്നിട്ട്. അങ്ങനെ കുറച്ച് നേരം നിന്ന് കൊറിയറൊക്കെ അയച്ച് ഇറങ്ങിയ വശം തന്നെ ബസ് കിട്ടിയിട്ടോ. അതെന്തായാലും വലിയൊരു ഭാഗ്യമായി, അല്ലെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. പിന്നെ ബസ്സൊക്കെ പിടിച്ചതേ നമ്മൾ ആദ്യം തന്നെ വന്നത് കല്യാൺ 99ലേക്കാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൺകുട്ടികളുടെ ഡ്രസ്സിനും ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എന്നെ ഓടി വന്നത്. ഇവിടെ വന്ന് ആദ്യം ഓടി കയറിയത് അച്ഛൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. ഇവിടുത്തെ ആൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഈ വട്ടം അച്ഛന് പറ്റിയ മോഡൽ നമുക്ക് കിട്ടിയില്ല കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ട്, പക്ഷേ അച്ഛൻ്റെ XL ടൈപ്പ് അല്ല, അച്ഛൻ്റെ XXL വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ അവിടെ ഒരുപാട് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ, കാരണം അവരുടെ ട്രെൻഡ് പുറത്ത് പോകത്രേ. അപ്പോൾ പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ടൗണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് വന്നതാണ്. അപ്പോൾ ഒന്ന് വന്ന സ്ഥിതിക്ക് എക്സിബിഷനും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി അതിന് വേണ്ടിയിട്ടൊരു വരവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓട്ടോറിക്ഷയിൽ കയറി വന്നെങ്കിലും ബ്ലോക്ക് കാരണം ഇറങ്ങി നടക്കേണ്ടി വന്നു. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ നടന്നിട്ടാണ് വന്നത്. ശരിക്കും ഇവിടെ എത്തിയോടുകൂടി ചൂടുകൊണ്ട് ഭയങ്കര മടുപ്പായി പോയിട്ടോ. കൂട്ടത്തിൽ ഭയങ്കര ക്ഷീണവും. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറി. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം സ്റ്റോറുകളൊന്നും ഉള്ളിൽ ഓപ്പൺ ആയിട്ടില്ല എന്ന്. അത് സത്യം തന്നെയായിരുന്നു കേട്ടോ. കാണാനുണ്ടായിരുന്നതൊന്നും ഓപ്പൺ ആയിട്ടില്ല. പോലീസിൻ്റെ ഒരു സ്റ്റാൾ ഇവിടെ വരും കേട്ടോ. നല്ല രസം അതിൻ്റെ ഉള്ളിൽ കിടന്ന് നടക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണാനായിട്ട്. അത് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. കുറേ ഡ്രസ്സിൻ്റെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ പഴയകാല മിഠായികൾ, ഫ്ലവറുകൾ,
അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കരിമ്പിൻ ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് പിന്നത്തെ നടപ്പ് വീണ്ടും തുടങ്ങിയത് കേട്ടോ. കുറേ സ്ഥലമൊന്നും ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവേണ്ട സമയമായി. ഈ വട്ടം എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് കേട്ടോ വവ്വാലിൻ്റെ ഒരു കൂമ്പാരം തന്നെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും പിന്നെ ഞങ്ങൾക്കും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല തിരക്കുള്ളതുകൊണ്ട് കാര്യമായി വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അമ്മയ്ക്കും അച്ഛനുള്ള ഡ്രസ്സ് എടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ പാലസിൽ പോയി ഫുഡും കഴിച്ച് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വീണ്ടും 99ലേക്ക് തന്നെയാണ് കേട്ടോ വന്നത്, കല്യാണിൻ്റെ. നമ്മളിവിടെ ഡ്രസ്സ് നോക്കി വെച്ചിട്ടാണ് പോയത്, പിന്നെ എടുത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ അതിലും ഭംഗിയുള്ള ഡ്രസ്സ് പോണോടത്തുനിന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ നമുക്ക് ഇത് മനസ്സിലുള്ളതുകൊണ്ട് ഇതിലേക്ക് തന്നെയാണ് കേട്ടോ കണ്ണു വന്നത്. അങ്ങനെ 3 ഡ്രസ്സ് ട്രയലോക്കി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ